ഹലോ, ഇറ്റ്സ് മീ ഗായത്രി ഫ്രം കെ ബേക്കി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കേക്ക് നമ്മുടെ ഷോപ്പിലോട്ടുള്ള കുറച്ച് കേക്കിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. നമുക്ക് ഈ ഡെക്കോവനും ഈ ഒരു പ്ലാനറ്ററി മിക്സറും വന്നപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആട്ടോ. എൻ്റെ എന്തോരം സമയമാണ് ഞാൻ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഇന്നത്തെ ദിവസം ഷോപ്പിലോട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന കേക്കുകളാണ് കേട്ടോ. സാധാരണ നമ്മൾ കേക്കുകളെല്ലാം തലേദിവസം ചെയ്ത് വെക്കാറുണ്ട്. പ്രീ ബുക്കിംഗ് ഉള്ള കേക്കുകളാണ് നമ്മൾ തലേദിവസം ചെയ്ത് വെക്കത്തുള്ളൂ. പക്ഷേ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്ന കേക്കുകളെല്ലാം അന്ന് രാവിലെ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. അന്ന് രാവിലെ ബേക്ക് ചെയ്ത് അന്ന് തന്നെ കട്ട് ചെയ്ത് അന്ന് തന്നെ ഡിസൈൻ ചെയ്ത് ഷോപ്പിൽ വെക്കുക ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തുടങ്ങുന്ന പ്രൊഡക്ഷൻ നമ്മളൊരു 10:30 തീർക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഷോപ്പിൽ കേക്കൊക്കെ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അതെല്ലാം അന്നത്തെ ഡിസ്പ്ലേക്കുള്ള കേക്കുകൾ മാത്രമായിരിക്കും. പ്രീ ബുക്കിംഗ് ഉള്ള കേക്കുകളെല്ലാം നമ്മൾ തലേദിവസം തന്നെ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരിക്കും. പിന്നെ രാവിലെ ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈമിൽ നമ്മൾ അതിൻ്റെ ഡെക്കറേഷൻസും പരിപാടി മാത്രമേ ചെയ്യത്തുള്ളൂ. അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന കേക്കുകൾ ചിലപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോകത്തില്ല, അത് ചിലപ്പോൾ നാളെ പോകത്തുള്ളൂ. അപ്പം നമ്മൾ തലേദിവസം നൈറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു നൈറ്റ് മൊത്തവും കൂടി അതിൻ്റെ ഒരു ലൈഫ് അത്രയും കൂടി ഇതാകത്തില്ലേ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ചെയ്ത് വെക്കുന്നത്. മാക്സിമം നമ്മൾ ചെയ്യുന്ന കേക്കുകൾ ഒന്നില്ലെങ്കിൽ ഇന്ന് പോകും, അതല്ലെങ്കിൽ പിറ്റേ ദിവസം പോകും. 2 ദിവസം നമ്മുടെ കേക്കിന് 4 ദിവസമാണ് എക്സ്പയറി ഡേറ്റ് പറയുന്നതെങ്കിൽ പോലും നമ്മുടെ കേക്കുകൾ അത്രയും ദിവസം ഇരിക്കാറില്ല. തകഴിക്കാരുടെ കട്ട സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത്രയും ചെയ്യുന്ന സാധനങ്ങൾ മാക്സിമം 2 ദിവസം, അതായത് ഇന്ന് രാവിലെ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങൾ ഇന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്കും മാക്സിമം പോകും, അതല്ലെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ആ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം നമ്മൾ ഇന്നത്തേക്കുള്ള കേക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കേക്കുകളൊക്കെയാണ് നമ്മൾ എല്ലാം ഒരേ ഫ്ലേവേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്ലാനറ്ററി മിക്സറും ഇതിൻ്റെയും ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ബിക്കോസ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട 2 പ്രൊഡക്റ്റ് കേട്ടോ. ഞാൻ എൻ്റെ ബേക്കിംഗ് ലൈഫിൽ ഉപയോഗിച്ചിട്ടുള്ള മിഷനറീസിൽ ഏറ്റവും നല്ല ബെസ്റ്റായിരുന്നു. ഇത്തരം വലിയ മിഷനറീസ് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇരിക്കുന്ന കണ്ടോ നമ്മുടെ ഐബെല്ലിൻ്റെ സ്റ്റാൻഡിങ് ബീറ്റർ, അതിൽ നമുക്ക് എപ്പോഴും പണി തന്നൊരു സാധനമായിരുന്നു. പക്ഷേ ഇരിക്കുന്ന ചെറിയൊരു ബീറ്ററില്ലേ, അത് പക്ക സാധനം കേട്ടോ. എത്ര വർഷം കൊണ്ട് എൻ്റെ കയ്യിലിരിക്കുക, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ ഐബെല്ല് അത്ര പോരാ. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ഒരു മിക്സർ വാങ്ങിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റാൻഡിങ് ബീറ്റർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഐബെൽ ഒഴികെ ബാക്കി ഏത് ബ്രാൻഡ് വേണമെങ്കിലും വാങ്ങിച്ചോ. അവരുടെ ഒരു കാശിനും കൊള്ളാത്തൊരു സാധനമാണ്. 1 ഇയർ ആവുന്നതിന് മുമ്പ് അതിന് 2 പ്രാവശ്യം പണി കിട്ടിയ സാധനം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ച 1 ടേക്ക് 1 ട്രേ ഓവനാട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ വലിയ ക്രിസ്മസ് സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നപ്പോൾ ഇത് പോരാതെ വന്നൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അടിപൊളിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിനകത്ത് ചെയ്ത് മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ 2 ടൈപ്പ് കേക്കിൻ്റെ ഫില്ലിങ്സ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിൽ നമുക്ക് കൂടുതലും മൂവിങ് ഉള്ളത് നോർമലായിട്ടുള്ള ഫ്ലേവേഴ്സ്, അതായത് വാനില, വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ ഡിസ്പ്ലേ ചെയ്യാറുള്ള കേക്കുകൾ. അതിനകത്ത് നമുക്ക് അത്യാവശ്യം മൂവിങ് ഉള്ള കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്ലേവർ നമുക്ക് വരുന്നത് വാനിലയാണ്. വാനിലയും വൈറ്റ് ഫോറസ്റ്റും തന്നെയാണ് നമുക്ക് അത്യാവശ്യം മൂവിങ് ഉള്ളത്. എൻ്റെ വാനിലയ്ക്കും വൈറ്റ് ഫോറസ്റ്റും തമ്മിൽ വലിയ റേറ്റ് വ്യത്യാസമില്ല. അപ്പം സാധാരണ കസ്റ്റമേഴ്സ് വന്നാൽ അവർക്കൊരു കൺഫ്യൂഷനാണ്, വാനില എടുക്കണോ വൈറ്റ് ഫോറസ്റ്റ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനുണ്ട്. അപ്പോൾ എന്നോട് തന്നെ ചോദിക്കും എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുക. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ഒന്ന് മനസ്സിലാവും. ഇപ്പം നമ്മൾ കുറച്ച് ചെറീസാണ് ഇത് ചെയ്ത് ചെറീസ് കട്ട് ചെയ്ത് നമുക്ക് ഫില്ലിങ്സ് കൊടുക്കാനുള്ള ചെറീസായിട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫില്ലിംഗ് ആണ്. നമ്മൾ നന്നായിട്ട് കേക്കൊക്കെ എല്ലാം വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് കൊടുക്കാറുണ്ട്. പിന്നെ കൊടുക്കുന്നത് ചോക്കോ ചിപ്സ് കൊടുക്കും. പിന്നെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചെറീസ് കൊടുക്കും. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ്, അത് കഴിയുമ്പോൾ ചെറീസ്, പിന്നെ നിറച്ചും ചോക്കോ ചിപ്സ്. ഇതാണ് നമ്മുടെ ഒരു വൈറ്റ് ഫോറസ്റ്റിന് വരുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിക്കുന്നവരോട് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി കേക്ക് ഷോപ്പുകളും അല്ലെങ്കിൽ ഒത്തിരി ഹോം ബേക്കേഴ്സും ഉണ്ട്. അപ്പോൾ അവരുടെ നിന്നെല്ലാം നമ്മുടെ അടുത്തുനിന്ന് കേക്ക് വാങ്ങിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വാനില കേക്കും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു വൈറ്റ് ഫോറസ്റ്റ്. അപ്പം നമ്മൾ 3 ലെയർ ആയിരിക്കും ചെയ്യുന്നത്. 3 ലെയറിലും ഈ സെയിം പ്രൊസീജിയർ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ചോക്കോ ചിപ്സ്, മിൽക്ക് മെയ്ഡ്, അതുപോലെ മിൽക്ക് മെയ്ഡ്, ചോക്കോ ചിപ്സും ചെറീസും. ഇത് നമ്മുടെ ഒരു വൈറ്റ് ഫോറസ്റ്റിന് വരുന്ന ഫില്ലിങ്സ് ആട്ടോ. പിന്നെ അടുത്ത് നമ്മൾ വാനില കേക്കിൻ്റെ ഫില്ലിങ്സും കാണിച്ചു തരാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ഇതായിരിക്കും കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ കേക്കിനെക്കാട്ടിലും വാനില കേക്കിന് റേറ്റ് കൂടുതലായിട്ട് തോന്നിയവർക്ക് എന്താ അങ്ങനെയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ചില കടകളിൽ ചിലപ്പോൾ ഇതിനേക്കാളും റേറ്റ് കുറവായിരിക്കും, ചിലപ്പോൾ ഇതിനേക്കാളും നല്ല റേറ്റും ഉണ്ടായിരിക്കാം. അപ്പം ഞാൻ റേറ്റ് കൂടി വരെ കുറ്റം പറയല്ല, അവരെന്ത് പ്രോഡക്റ്റാണോ ഉപയോഗിക്കുന്നത് ആ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും റേറ്റ് വരുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ ക്രീമെല്ലാം വളരെ ചീപ്പ് റേറ്റിനുള്ള ക്രീമുകളോട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മളെപ്പോഴും ഒരു പ്രീമിയം ലെവലുള്ള ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ആണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിൽ 350 രൂപ തൊട്ട് 1300 രൂപ വരെ വിലയുള്ള കൊക്കോ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ 350 രൂപ വാങ്ങിച്ച് ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചീപ്പ് റേറ്റിൽ ആ സാധനം സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് വാൻഹുഡിൻ്റെ 1300 രൂപ വിലയുള്ള കൊക്കോ പൗഡേഴ്സാണ്. അപ്പോൾ അതൊരു ആ ഒരു റേറ്റ് നമുക്ക് കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ സാധനത്തിൻ്റെ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ഞാനല്ല, എല്ലാ ഹോം ബേക്കേഴ്സും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഓരോ ഹോം ബേക്കേഴ്സിൻ്റെ അടുത്തും ഓരോ റേറ്റ്, ഡിഫറൻസ് ആയിട്ടുള്ള റേറ്റ് വരുന്നത്. എൻ്റെ റേറ്റിനേക്കാളും കൂടുതൽ റേറ്റ് ഉള്ളവർ കാണും, ചിലപ്പോൾ എൻ്റെ റേറ്റിനേക്കാളും കുറവുള്ള റേറ്റ് ഉള്ളവർ കാണും. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു റേറ്റ് വരുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും നമ്മൾ റേറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളൊരു വാനില കേക്കിൽ വരുന്ന ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ചെയ്തേക്കുന്നത് സെയിം പ്രൊസീജിയർ. അതിനകത്ത് നമ്മുടെ ചെറീസ് ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. മിൽക്ക് മെയ്ഡ് ചോക്കോ ചിപ്സ്, ചെറി നമ്മൾ വാനിലയ്ക്കകത്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പകരം ധാരാളം ചോക്കോ ചിപ്സും മിൽക്ക് മെയ്ഡുമാണ് നമ്മൾ ഈ കേക്കിന് ഫില്ലിങ്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു വാനിലയും വൈറ്റ് ഫോറസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇനി അത് എന്താണെന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ റേറ്റും വന്നേക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു, നെക്സ്റ്റ് വീഡിയോ കാണാം.